കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ 25,000-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 50% കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കണക്കുകൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെതിരായിട്ടുള്ള ഒരു യുദ്ധമല്ലെന്നും പകരം പാലസ്തീനിയൻ ജനതയെ ഒരു വംശഹത്യക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ആരോപിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേലിനെതിരായിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിനകത്ത് ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു താൽക്കാലിക വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെക്കുറിച്ചും അവർ പ്രസ്താവിച്ചിട്ടുള്ള ഈ താൽക്കാലിക വിധിയെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദി വീക്ക്ലി കോളം. ദക്ഷിണാഫ്രിക്കക്കും ഇസ്രായേലിനും ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിനെ കുറിച്ചും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ള താൽക്കാലിക വിധിയെക്കുറിച്ചും അല്ലെങ്കിൽ ഇടക്കാല വിധിയെക്കുറിച്ചും പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ഈ കേസിന് കാരണമായിട്ടുള്ള ജനസൈഡ് കൺവെൻഷൻ അഥവാ വംശഹത്യ കൺവെൻഷൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഉടമ്പടി എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഇനി ലോകത്തിൽ ഒരു മഹായുദ്ധം നടക്കാതെ തടയുന്നതിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനും അല്ലെങ്കിൽ തർക്കങ്ങൾ നിയമപരമായിട്ടുള്ള രീതിയിൽ കോടതിയിലൂടെ സെറ്റിൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ലോകരാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന സംഘടനയെ രൂപീകരിക്കുന്നത്. ആ സംഘടനയുടെ കൂടെ തന്നെ ഈ ഏതെങ്കിലും ട്രീറ്റീസ് അല്ലെങ്കിൽ ഉടമ്പടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പെർമനന്റ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ജസ്റ്റിസ് അല്ലെങ്കിൽ PCIJ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കോടതി കൂടി നിലവിൽ വരുന്നത്. പക്ഷേ ഈ രണ്ട് സംഘടനകളും അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്ന കാര്യത്തിൽ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒന്നാം ലോക മഹായുദ്ധത്തെക്കാട്ടിലും വലിയ രണ്ടാം ലോക മഹായുദ്ധം 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചു എന്നുള്ളത്. ഇതോട് കൂടിയിട്ട് ഈ ലീഗ് ഓഫ് നേഷൻസിനും പെർമനന്റ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ജസ്റ്റിസിനും പകരമായി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അന്നത്തെ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന സംഘടനയും ആ സംഘടനയുടെ കീഴിലെ 6 പ്രിൻസിപ്പൽ ഓർഗൻസിലെ ഒരു ഓർഗൻ ആയിക്കൊണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്ന കോടതിയെയും രൂപീകരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള UN ചാർട്ടർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്ന കോടതിയും നിലവിൽ വരുന്നത്. അതിനാൽ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെയും ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഈ രണ്ടാം ലോക മഹായുദ്ധം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമായിരുന്നു എന്ന് മാത്രമല്ല, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചില വംശഹത്യകൾ നടക്കുന്നതും ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജൂതന്മാർക്കെതിരായിട്ട് നാസി ജർമ്മനി അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ജർമ്മനി നടത്തിയിട്ടുണ്ടായിരുന്ന ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന വംശഹത്യ. ഇത്തരത്തിലൊരു വംശഹത്യ ഇനി നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1948 ഇതേ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസമിതി അല്ലെങ്കിൽ ജനറൽ അസംബ്ലി ജനസൈഡ് കൺവെൻഷൻ അല്ലെങ്കിൽ വംശഹത്യ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടി കൊണ്ടുവരുന്നത്. ഇന്ന് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ ഭാഗമായിട്ടുള്ള ഇസ്രായേലും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും എല്ലാം തന്നെ ഈ ജനസൈഡ് കൺവെൻഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഉടമ്പടിക്കകത്ത് വളരെ വ്യക്തമായിട്ട് എന്താണ് ഒരു ജനസൈഡ് അല്ലെങ്കിൽ എന്താണ് ഒരു വംശഹത്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. വംശഹത്യയുടെ നിർവചനമായിട്ട് ഈ ജനസൈഡ് കൺവെൻഷനകത്ത് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ, അതൊരു മതവിഭാഗമോ അല്ലെങ്കിൽ വംശമോ ആകാം, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഉപരോധങ്ങൾ പോലുള്ള കാര്യങ്ങളോ ആണ് വംശഹത്യ എന്നാണ് വംശഹത്യയുടെ നിർവചനമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ നിർവചനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നാലും അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് കൂട്ടക്കൊലപാതകങ്ങൾ നടന്നാൽ പോലും അവരെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഈ ആക്രമണം നടത്തുന്നവർക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ മാത്രമേ അതൊരു ജനസൈഡായിട്ട് അല്ലെങ്കിൽ വംശഹത്യയായിട്ട് കണക്കാക്കാൻ പറ്റൂ. അതായത് ഒരു വിഭാഗത്തിനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം, ഇൻറ്റൻഷൻ ആ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റണം. ഇത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. നമുക്ക് ഇത്ര ആൾക്കാരെ ഇവർ കൊന്നു എന്ന് പറയാം, അത് തെളിയിക്കാം. പക്ഷേ
ഇവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളത് ഈ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യമായിരുന്നു എന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ ആ സമൂഹത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളത് ഈ കൊലപാതകികളുടെ ലക്ഷ്യമായിരുന്നു എന്ന് തെളിയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. സോ ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ പറയുന്നത് ഇസ്രായേലിന് ഇത്തരത്തിലൊരു ജനസൈഡൽ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ പലസ്തീനികളെ വംശഹത്യ നടത്താനുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെന്നാണ്. കാരണം ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ച സമയത്ത്, അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ പ്രസിഡന്റ് ആണെങ്കിലും അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണെങ്കിലും പലസ്തീനിലെ ജനങ്ങൾ മൊത്തം ഈ ഹമാസ് ഇസ്രായേലിൽ ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിന് ഉത്തരവാദികളാണെന്നും അവർ അനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങളാണെന്നും അല്ലെങ്കിൽ ഇസ്രായേലിലുള്ളവർ ദൈവത്തിൻ്റെ ആളുകളും ഇവിടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ പലസ്തീനിൽ ജീവിക്കുന്ന ആളുകൾ ഈവിൾസ് ആണ് അല്ലെങ്കിൽ ഡാർക്ക് ഏജസിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്നും അവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ലോകം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു സാഹചര്യത്തിൽ പലസ്തീനിലെ ജനങ്ങളെ മുഴുവനായിട്ട് ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ പേരിൽ ശിക്ഷിക്കാനും അവരെ ഇല്ലാതാക്കാനുള്ള ഒരു ലക്ഷ്യം ഇസ്രായേലിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇസ്രായേലി ഗവൺമെൻറ് ഒഫീഷ്യൽസ് തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞതിന് തെളിവുണ്ടെന്നാണ് സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനസൈഡാണ് അല്ലെങ്കിൽ ഒരു വംശഹത്യയാണെന്ന് പൂർണ്ണമായിട്ടും തെളിയിക്കാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. സോ ഇത്തരത്തിൽ ഈ സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ആരോപണം വരുന്ന സമയത്ത് ഇസ്രായേൽ എല്ലാ കാലത്തും അവർ പറയുന്ന ഒരു വാദം തന്നെയാണ് അവരുടെ ന്യായീകരണമായിട്ട് പറയുന്നത്. അതായത് ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ ഈ യുദ്ധം നടത്തുന്നതെന്നും അപ്പോൾ ഇതിനകത്ത് കൊല്ലപ്പെടുന്ന സാധാരണക്കാർ ഹമാസ് ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് അല്ലെങ്കിൽ മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ കൊല്ലപ്പെടുന്നതെന്നും അതിനകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നുമാണ് ഇസ്രായേൽ ഇതിന് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത്. സോ ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ള ഈ ഇടക്കാല വിധി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഇസ്രായേൽ ഗാസയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഗാസയിലെ പലസ്തീനിയൻസ് ഒരു വംശഹത്യ നേരിടുന്നത് തടയാൻ തയ്യാറാവണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൽ ഇത്തരത്തിൽ വംശഹത്യ നടത്തണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആൾക്കാരെ ശിക്ഷിക്കണമെന്നും അതുപോലെ തന്നെ ഗാസയിലേക്കുള്ള ജനങ്ങൾക്കുള്ള അവശ്യ വസ്തുക്കൾ ആ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അനുവദിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇസ്രായേലിന് ഒരു ആശ്വാസമുള്ള വിധിയാണെന്നും മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു തിരിച്ചടിയാണെന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർക്കൊരു ആശ്വാസമുള്ള വിധിയായിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദക്ഷിണാഫ്രിക്കയൊക്കെ ആവശ്യപ്പെട്ടതുപോലെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാൻ ഇസ്രായേലിനോട് ഈ വിധിയിൽ പറയുന്നില്ല. പക്ഷേ പല ലീഗൽ എക്സ്പേർട്സും അതിനൊരു കാരണമായിട്ട് പറയുന്നത് ഈ യുദ്ധം നടക്കുന്നത് ഹമാസും അല്ലെങ്കിൽ ഗാസ ഭരിക്കുന്ന ഹമാസും ഇസ്രായേലും തമ്മിലാണ്. പക്ഷേ ഈ കേസിനകത്ത് അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനകത്ത് ഹമാസ് ഒരു അംഗമല്ല അല്ലെങ്കിൽ ഗാസ ഒരു അംഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാസയും മറ്റൊരു രാജ്യവും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിനകത്ത് നേരിട്ട് ഈ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. ഒരു രാജ്യത്തിനോട് മാത്രമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതിക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. പക്ഷേ ഈ വിധിക്കകത്ത് ഇസ്രായേലിനോട് ഗാസയിലെ പലസ്തീനിയൻസ് കൊല്ലപ്പെടുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ കൊല്ലപ്പെടുന്നത് നിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വേണ്ടി വരും? ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. സോ ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു അർത്ഥത്തിൽ ഈ വിധിയിലൂടെ പറയുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇത് എങ്ങനെയാണ് ഇസ്രായേലിന് ഒരു തിരിച്ചടിയായിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലി കോടതിയിൽ വാദം നടക്കുന്ന സമയത്ത് ഉന്നയിച്ചിട്ടുള്ള ഒരാവശ്യങ്ങളും അല്ലെങ്കിൽ ഒരു ന്യായീകരണങ്ങളെക്കുറിച്ചും ഈ ഒരു വിധിക്കകത്ത് ഒരിടത്തും പരാമർശിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ ഈ യുദ്ധത്തിനുള്ള കാരണങ്ങളായിട്ട് അവരുടെ ന്യായീകരണങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് അവരുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. അവർ ഹമാസിനെതിരായിട്ടാണ് യുദ്ധം നടക്കുന്നത്. സാധാരണ ജനങ്ങളെ അവർ കൊല്ലുന്നില്ല അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഹ്യൂമൻ ഷീൽഡാണ്. ഹമാസ് അവർ മുന്നിൽ നിർത്തിയിട്ട് യുദ്ധം ചെയ്യുന്നതുകൊണ്ടാണ് സാധാരണക്കാർ കൊല്ലപ്പെടുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഈ ജനസൈഡ് എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഇല്ല അല്ലെങ്കിൽ അവർ നടത്തുന്നത് വംശഹത്യയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ കോടതി വിധിയിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഉത്തരവ് വന്നതുകൊണ്ട് ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലിനെ ഏറ്റവും അധികം സഹായിക്കുന്ന അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ മുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത ഇതിന് ശേഷം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ അവസാനമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനസൈഡിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന നേതാക്കളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടോ എന്നുള്ളതാണ്. സോ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി എന്ന് പറയുന്നത് ബൈൻഡിങ് ആണ് അല്ലെങ്കിൽ അത് രാജ്യങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്.
അതിൻ്റെ മുകളിൽ ഒരു അപ്പീൽ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ വിധികൾ നടപ്പിലാക്കാനുള്ള ഒരു തരത്തിലുള്ള മെക്കാനിസവും ഈ കോടതിക്കില്ല. അതായത് ഈ വിധി നടപ്പിലാക്കാനുള്ള ഒരു പട്ടാളമോ പോലീസോ ഒന്നും ഈ കോടതിക്ക് സ്വന്തമായിട്ടില്ല. പിന്നെ ആകെ കൂടി ഈ കോടതിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കോടതി വിധികൾ നടപ്പിലാക്കാൻ UN സെക്യൂരിറ്റി കൗൺസിലിനോട് അല്ലെങ്കിൽ UN സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെടാം. പക്ഷേ UN സുരക്ഷാ സമിതിക്കകത്തുള്ള 5 സ്ഥിരാംഗങ്ങളിൽ ഏത് അംഗത്തിന് വേണമെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് അവരുടെ വീറ്റോ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് 1986 അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിരുന്ന നിക്കാരാഗ്വയിൽ ഉണ്ടായിരുന്ന ചില ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരായിട്ട് ഈ നിക്കാരാഗ്വയും അമേരിക്കയും തമ്മിൽ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ 86 ഒരു കേസ് നടക്കുകയും അതിൻ്റെ വിധി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിധി അമേരിക്കയ്ക്കെതിരായിരുന്നു. പക്ഷെ അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് അമേരിക്ക UN സെക്യൂരിറ്റി കൗൺസിലിനെ തടഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ അവർ വീറ്റോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2022 റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിന് ശേഷം ഈ റഷ്യ ഉക്രൈനിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ റഷ്യ ഉക്രൈനെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉക്രൈൻ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. സോ 2022 മാർച്ചിൽ റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു വിധി പ്രസ്താവിച്ചതാണ്. പക്ഷേ അതും നടപ്പിലാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ആ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇനി നാളെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇതിൽ ഇസ്രായേൽ ഒരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അവർക്കെതിരായിട്ടൊരു വിധി പ്രസ്താവിച്ചാലും അത് നടപ്പിലാക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇത് UN സെക്യൂരിറ്റി കൗൺസിലിൽ വന്നു കഴിഞ്ഞാലും ഇസ്രായേലിനെ എല്ലാ കാലത്തും UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്ക 1945 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നതിന് ശേഷം 89 പ്രാവശ്യമാണ് അവരുടെ വീറ്റോ പവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആ വീറ്റോ പവറിൽ 45 പ്രാവശ്യവും, അതായത് 50% കൂടുതൽ പ്രാവശ്യവും ഇസ്രായേലിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിധി ഇസ്രായേലിന് എതിരായിട്ട് വന്നു കഴിഞ്ഞാലും അത് നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. ഇനി അത് മാത്രമല്ല, ഇത്തരത്തിൽ ഇസ്രായേൽ ഗാസയിൽ ഒരു വംശഹത്യ നടത്തിയതായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാലും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികളെ ശിക്ഷിക്കാൻ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് അധികാരമില്ല. അവർക്ക് പകരം അതത് ഗവൺമെൻറ്റുകളോട് ഇവരെ ശിക്ഷിക്കാൻ പറയാനേ പറ്റുള്ളൂ. പകരം ഇത്തരത്തിലുള്ള വംശഹത്യകൾ നടത്തുന്ന ആളുകളെ ശിക്ഷിക്കാൻ അധികാരമുള്ള അന്താരാഷ്ട്ര കോടതി എന്ന് പറയുന്നത് 2000-ന്റെ തുടക്കത്തിൽ റോം സ്റ്റാറ്റ്യൂ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്ന കോടതിക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിൻ്റെ ഒരു വിധി വരാൻ തന്നെ സാധാരണഗതിയിൽ 10 വർഷത്തിൽ കൂടുതൽ സമയം എടുക്കാറുണ്ട്. ഇനി വിധി വന്നു കഴിഞ്ഞാലും അതൊരിക്കലും നടപ്പിലാക്കാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താങ്ക് യു ഓൾ.